വംശീയത മനസ്സിൽ പേറി നടക്കുന്നവർ ലോകത്തെമ്പാടുമുണ്ട്. നമ്മുടെ നാടും അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അത്തരക്കാരുടെ നെഞ്ചിൻകൂട് ഇളക്കുന്നതാണ് എസ്തോണിയൻ ജോർജിയൻ സിനിമയായ ടാഞ്ചറിൻസ്. സാസ ഉറുഷാത്സെ എഴുതി സംവിധാനം ചെയ്ത ടാഞ്ചറിൻസ് ഒരു യുദ്ധവിരുദ്ധ സിനിമ കൂടിയാണ്. 2014 വിദേശ ഭാഷാ ചിത്രങ്ങളിൽ ഓസ്കാർ നോമിനികളിൽ ഒന്നായിരുന്നു ഈ സിനിമ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഈ ചിത്രം നേടിയിട്ടുണ്ട്. രണ്ട് വീടുകളുടെ വേലികൾക്കുള്ളിൽ നിന്നുകൊണ്ട് യുദ്ധത്തിന്റെ ഭീകരതയും അനിശ്ചിതത്വവും നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട് സാസ ഉറുഷാത്സെ എന്ന സംവിധായകൻ. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ വൃദ്ധനായ എസ്തോണിയക്കാരനെ അവതരിപ്പിച്ച ലെംബിറ്റ് അൽഫ്സാക്, ചെച്ചൻ പോരാളിയായ അഹമ്മദിനെ അവതരിപ്പിച്ച ജോർജി നട്ഷിക്സ് എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ജോർജിയൻ പോരാളിയായ നിഖയെ അവതരിപ്പിച്ച മിഗേൽ മെസ്കി, ഓറഞ്ചു കർഷകനായ മാർഗോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച എൽമോ നുഗുനൻ എന്നിവരും കഥാപാത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായാണ് സിനിമ പോകുന്നത്. ആകെയുള്ള സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് ഇവോ എന്ന പ്രധാന കഥാപാത്രത്തിന്റെ പേരക്കുട്ടിയുടെ ഒരു ഫോട്ടോ മാത്രമാണ്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മനുഷ്യത്വവും മാനവികതയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുമാണ് സിനിമ പറയുന്നത്. 1992-93 കാലഘട്ടത്തിൽ അബ്ഖാസിയയിൽ നടന്ന യുദ്ധമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ജോർജിയയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അബ്ഖാസിയക്കാർ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടുകൂടി ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയുമുണ്ടായി. റഷ്യ അബ്ഖാസിയക്കാർക്കൊപ്പം നിൽക്കുകയും ചെച്ചൻ കൂലിപ്പടയാളികളെ നിയോഗിച്ച് ജോർജിയയ്ക്കെതിരെ പോരാടാൻ പിന്തുണ നൽകുകയുമുണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അബ്ഖാസിയയിൽ എസ്തോണിയക്കാർ കുടിയേറിയിരുന്നു. 1992 അബ്ഖാസിയൻ ജോർജിയൻ യുദ്ധം എസ്തോണിയക്കാരുടെ സമാധാന ജീവിതം തകർക്കുകയുണ്ടായി. അതുമൂലം മിക്ക എസ്തോണിയക്കാരും തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങുകയാണുണ്ടായത്. എന്നാൽ ചിലർ അവിടെ തന്നെ താമസം തുടർന്നു. അത്തരത്തിലുള്ള 2 എസ്തോണിയക്കാർ മാത്രമുള്ള ഒരു ഗ്രാമത്തിലാണ് ടാഞ്ചറിൻസ് എന്ന സിനിമയുടെ പശ്ചാത്തലം. ഇവോ എന്ന വളരെ പ്രായം ചെന്ന ഒരു മരപ്പണിക്കാരനും അദ്ദേഹത്തിന്റെ അയൽവാസിയായ മാർഗോസ് എന്ന ഓറഞ്ച് കൃഷിക്കാരനുമാണ് ആ ഗ്രാമത്തിൽ അവശേഷിക്കുന്നവർ. പുറത്ത് ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇവോയുടെ ഓറഞ്ച് പെട്ടികൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പിലേക്ക് അഹമ്മദ്, ഇബ്രാഹിം എന്നീ പേരുകളുള്ള അബ്ഖാസിയൻ പക്ഷക്കാരായ 2 ചെച്ചൻ പടയാളികൾ കടന്നു വരുന്നത്. ഇവിടെ ചിത്രം ആരംഭിക്കുകയാണ്. അതിലെ പ്രധാനിയായ ചെച്ചൻ പോരാളി ഇവോ എന്ന മരപ്പണിക്കാരനോട് ചോദിക്കുന്നു, നിങ്ങൾ റഷ്യൻ ആണോ എന്ന്. അദ്ദേഹം പറയുന്നു, അല്ല, ഞാനൊരു എസ്തോണിയക്കാരനാണ്. അത് കേട്ട ചെച്ചൻ പോരാളി തിരിച്ചടിക്കുന്നു. എസ്തോണിയക്കാർക്ക് ഇവിടെ എന്താണ് കാര്യമെന്നും മരപ്പെട്ടികൾ ചൂണ്ടിക്കാണിച്ച് ഇത് ബോംബുകൾ നിറയ്ക്കാനുള്ള പെട്ടിയാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. തങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്നും കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം നൽകണമെന്നും അഹമ്മദ് ഇവോയോട് ആവശ്യപ്പെടുന്നു. ഇവോ അവരെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും അവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവർക്ക് കൈമാറുകയും ചെയ്യുന്നു. നന്ദി പറഞ്ഞ് അഹമ്മദും ഇബ്രാഹിമും പുറപ്പെടുന്നു. അതിനു മുമ്പായി അഹമ്മദ് ഇവോയോട് പറയുന്നു, മുത്തച്ഛ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് വയസ്സായി പോയതിൽ ഞാൻ ഖേദിക്കുന്നു. അവർ ജീപ്പിൽ കയറി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. തുടർന്ന് ഇവോ തന്റെ അയൽവാസിയായ ഓറഞ്ച് കൃഷിക്കാരനായ മാർഗോസിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം തന്റെ മരപ്പണിശാലയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു ചെല്ലുകയും കുറച്ച് ലഘുഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ പുറത്ത് വെടിയൊച്ചകൾ കേൾക്കുന്നു. അദ്ദേഹം അങ്ങോട്ട് പാഞ്ഞെത്തുന്നു. ചെല്ലുമ്പോൾ കാണുന്നത് തന്നോട് ഭക്ഷണം വാങ്ങി പുറപ്പെട്ടു പോയ 2 പോരാളികളിൽ ഒരാളായ ഇബ്രാഹിം വെടിയേറ്റ് കിടക്കുന്നതാണ്. അപ്പുറത്തെ ഭാഗത്ത് അവരുടെ എതിർപക്ഷക്കാരായ പട്ടാളക്കാരും വെടിയേറ്റ് കിടക്കുന്നു. ഇത് കണ്ട് പരിഭ്രാന്തനായ ഇവോ മാർഗോസിന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയും മാർഗോസിനോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ ഒരു ഞരക്കം കേൾക്കുന്നു. ആ ഭാഗത്തേക്ക് ഇവോയും മാർഗോസും നോക്കുമ്പോൾ അഹമ്മദ് എന്ന ചെച്ചൻ പോരാളി വെടികൊണ്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഉടനെ തന്നെ ഇവോ മാർഗോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അഹമ്മദിനെ വീട്ടിലെത്തിച്ച് ഇവോ ശുശ്രൂഷ നൽകുന്നു. അതിനിടയിൽ ആക്രോശിച്ചുകൊണ്ട് അഹമ്മദ് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിമിനെ ആ തന്തയില്ലാത്തവർ കൊന്നുവല്ലേ എന്ന്. ഇവോയും മാർഗോസും കൂടി മറ്റു പട്ടാളക്കാരെ മറവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ജോർജിയൻ പട്ടാളക്കാരന് ജീവനുള്ളതായി കാണുന്നു. ആ പട്ടാളക്കാരനെയും ഇവോ തന്റെ വീട്ടിലെത്തിക്കുന്നു. തുടർന്ന് ശുശ്രൂഷ നൽകുന്നു. ഇതറിയുന്ന അഹമ്മദ് അത് ഇബ്രാഹിം ആണോ എന്ന് തിരക്കുന്നുണ്ട്. ഇബ്രാഹിം അല്ല, ഒരു ജോർജിയൻ പട്ടാളക്കാരനാണെന്നറിയുമ്പോൾ അവനെ താൻ കൊല്ലുമെന്ന് അഹമ്മദ് ഭീഷണി മുഴക്കുന്നുമുണ്ട്.
А кто? ഇതൊന്നും വകവയ്ക്കാതെ ഇവോ പ്രാഥമിക ശുശ്രൂഷകൾ രണ്ടുപേർക്കും നൽകുന്നുണ്ട്. ഒരു എസ്റ്റോണിയക്കാരനായ ഡോക്ടറെ വിളിച്ചു വരുത്തി രണ്ടുപേർക്കും കൃത്യമായ ചികിത്സയും നൽകുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആ ജോർജിയൻ പട്ടാളക്കാരന് ബോധം തെളിയുന്നു. ഇതറിയുന്ന അഹമ്മദ് താനവനെ കൊല്ലുമെന്ന് കിടന്നുകൊണ്ട് തന്നെ ഭീഷണി മുഴക്കുന്നു. തന്റെ വീട്ടിൽ ആരെയും കൊല്ലാൻ അനുവദിക്കില്ലെന്ന് ഇവോ തീർത്തു പറയുന്നു. А ты не убил двоих его друзей? Или считать не умеешь? എങ്കിൽ പിന്നെ അവൻ ഈ വീടിന് പുറത്തിറങ്ങട്ടെ, അപ്പോൾ താൻ കൊന്നോളാമെന്ന് ഇവോയോട് മറുപടി പറയുന്നുമുണ്ട് അഹമ്മദ്. Ну ничего, я это все равно исправлю. കുറച്ചു നാളുകൾക്ക് ശേഷം അഹമ്മദ് തന്റെ മുറിയിൽ നിന്നും പുറത്തു വരാനുള്ള ശേഷി നേടിക്കഴിഞ്ഞിരുന്നു. പതുക്കെ പതുക്കെ നിഖ എന്ന ജോർജിയൻ പട്ടാളക്കാരനും മുറിക്ക് പുറത്തിറങ്ങുന്നു. അതോടുകൂടി നേർക്കുനേരെയുള്ള വാക്ശരങ്ങൾ അവർ ആരംഭിക്കുന്നു. ഇതെല്ലാം ഇവോ ഇടപെട്ട് ശാന്തമാക്കുന്നുമുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. ഇതിനിടയിൽ ഒരു നാൾ അബ്ഖാസിയൻ പോരാളികൾ ഇവോയുടെ വീട്ടിലേക്ക് വന്നു കയറുന്നു. അപ്പോൾ ഇവോ അഹമ്മദിനോട് ഒരു ഉപായം പറയുന്നു. വീട്ടിലുള്ള ജോർജിയൻ പട്ടാളക്കാരൻ ഇബ്രാഹിം ആണെന്ന് അവരോട് പറയണമെന്ന്. അഹമ്മദ് സന്തോഷത്തോടുകൂടി പറയും അവൻ ഇബ്രാഹിം ആണെന്ന് താൻ പറയുമെന്ന്. കാരണം തനിക്കവനെ നേരിട്ട് കൊല്ലേണ്ടതാണ്. എന്നാൽ നിഖ അഹമ്മദിന്റെ കാരുണ്യത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ഇവോയോട് തന്റെ തോക്കെവിടെ എന്നാണ് നിഖ ചോദിക്കുന്നത്. ഇവിടെയും ഇവോ തന്റെ പക്വതയാർന്ന ഇടപെടലുകൾ നടത്തുന്നു. Меня не спрашивайте. Его дай мне мой автомат. Перестань болтать глупости. Ты не можешь говорить, потому что ты ранен в голову и все. ഒരു ദിനത്തിൽ മാർഗോസിന്റെ പുരയിടവും കൃഷിയുമെല്ലാം അബ്ഖാസിയക്കാർക്കെതിരെയുള്ള ജോർജിയക്കാരുടെ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമാകുന്നു. ദുഃഖിതനായ മാർഗോസിന് അഹമ്മദ് തന്റെ സമ്പാദ്യമെല്ലാം നൽകാൻ തയ്യാറാവുന്നുണ്ട്. എന്നാൽ യുദ്ധം ചെയ്തു നേടിയ സമ്പാദ്യം തനിക്ക് വേണ്ടെന്ന് മാർഗോസ് തീർത്തു പറയുന്നു. ഇതിനിടയിൽ അഹമ്മദും നിഖയും തമ്മിൽ അവരറിയാതെ ഒരു ആത്മബന്ധം ഉടലെടുത്തിരുന്നു. അതിന് കാരണമായത് ഇവോയുടെ മനുഷ്യത്വപരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവൃത്തികളുമായിരുന്നു. ഇവോയുമായുള്ള ഒരു സംഭാഷണത്തിൽ നിഖ താനൊരു നാടക നടനായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. മുറിവുകളെല്ലാം ഭേദപ്പെട്ട് തിരിച്ചു നിന്ന് വീണ്ടും നാടകത്തിൽ അഭിനയിക്കണമെന്ന് ഇവോ നിഖയോട് ആവശ്യപ്പെടുന്നു. ആ നാടകം കാണാൻ താൻ എന്തായാലും എത്തുമെന്ന് ഇവോ വാക്കുകൊടുക്കുന്നു. അപ്പോൾ അഹമ്മദിനെയും കൂട്ടണമെന്ന് നിഖ ഇവായോട് ആവശ്യപ്പെടുന്നു. അഹമ്മദ് തീർച്ചയായും തൻ്റെ കൂടെ ഉണ്ടാവുമെന്നും അവൻ മുന്നിലിരുന്ന് കൈയടിക്കുന്നുണ്ടാവുമെന്നും ഇവോ പറയുന്നു. Нет, Ахмед будет сидеть вместе со мной на спектакле. അത് കേട്ടുള്ള നിഖയുടെ നിഷ്കളങ്കതയാർന്ന ചിരി മായുന്നതിനു മുമ്പേ അബ്ഖാസിയൻ പടയാളികൾ ആ വീട്ടിലേക്ക് കയറി വരുന്നു. സിനിമ കൂടുതൽ സങ്കീർണമാവുകയാണ്. ആ സങ്കീർണതകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ അനുഭവിക്കുക.